സ്നേഹനിധികളായ ആത്മാന്വേഷികളെ, സൂഫി സാധകരെ, അസ്സലാമു അലൈക്കും. ഖുർആൻ ധ്യാനത്തിൻ്റെ 9-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. കഴിഞ്ഞ ഈ 8 ദിവസങ്ങളിലായി നാം സഞ്ചരിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂക്തങ്ങളിലൂടെ, അല്ലെങ്കിൽ സൂക്ത ഭാഗങ്ങളിലൂടെ ഹൃദയഗുരു ജലാലുദ്ദീൻ റൂമി നമുക്ക് പകർന്നു തന്ന ആ ജ്ഞാനധാരയുടെ ആത്മപ്രകാശത്തെ ഹൃദയം കൊണ്ട് പുണരാനുള്ള, ഹൃദയം കൊണ്ട് പുണർന്ന് അതിൻ്റെ ആഴങ്ങളിൽ ധ്യാനാത്മകമായി അതിൻ്റെ ഉൾപ്പൊരുളുകൾ ഹൃദയം കൊണ്ട് അറിയാനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നത്. ഗുരു ഒരു സൂക്തത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സൂക്തത്തിൻ്റെ, ആ വചനത്തിൻ്റെ, ആ വചനത്തിലൊരു വാക്കിൻ്റെ, ഇനി ആ വചനത്തിലൊരു മൗനത്തെ പകർന്നു തരാനാണ് ഗുരു ഈ ഖുർആൻ എന്ന ആ മഹാവിസ്മയത്തെ, ആ മഹാസാഗരത്തെ ഒരു തുള്ളിയിൽ എങ്ങനെ പകരുമെന്ന്, ആ തുള്ളിയും കടൽ തന്നെയെന്ന് ഈ ആത്മസഞ്ചാര പാതയിൽ പല വാക്കുകളിലൂടെ, പല മൗനത്തിലൂടെ ഗുരു നമ്മുടെ ഹൃദയത്തിലേക്ക് വിനിമയം ചെയ്യുകയാണ്. അതിൻ്റെ സൂക്ഷ്മാർത്ഥങ്ങളെ പുണരാൻ, ആ സൂക്ഷ്മാർത്ഥങ്ങളിലൂടെ, അതിൻ്റെ ശ്രവണത്തിലൂടെ, അതിൻ്റെ വചനത്തിലൂടെ എങ്ങനെ അതിൻ്റെ ആത്മാംശമാകാൻ നമുക്ക് സാധിക്കുമെന്നതാണ്. ആ സാധ്യതയിലാണ്, അങ്ങനെ സാധിക്കുമ്പോഴാണ് ആ ഖുർആനിനെ അനുഭവസ്ഥമാകുന്നത്. ആ അനുഭവസ്ഥമാകുന്ന വഴിയിലൂടെ മാത്രമാണ് യഥാർത്ഥ ഖുർആൻ ആത്മഗ്രന്ഥമായി പ്രശോഭിക്കുന്നത്. നമ്മുടെ അകമേ ഏതൊരു നിമിഷമാണോ ഈ ഖുർആൻ നമ്മുടെ ആത്മഗ്രന്ഥമായി തീരുന്നത്, നമ്മുടെ ആത്മാനുഭവമായി തീരുന്നത്, നമ്മുടെ ഉള്ളത്തിൻ്റെ വസന്തമായി പൂവിരിയുന്നത്. ഈ പ്രണയോദ്യാനത്തിൽ, ഈ ജ്ഞാനത്തിൻ്റെ, ഈ പ്രണയത്തിൻ്റെ, ഈ ദിവ്യാനുരാഗത്തിൻ്റെ ഈ ഉദ്യാന പുഷ്പങ്ങളിൽ അതിങ്ങനെ വിരിഞ്ഞു വിടർന്ന് നൃത്തമാടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴോ അപ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയോദ്യാനം അതിൽ ആനന്ദമായി തളിരണിയുന്നത്. അങ്ങനെയാണ് ഖുർആൻ നമ്മൾ അറിയുന്നത്. ആ വഴിയെയാണ് ഹൃദയഗുരു നമുക്ക് പകർന്നു തരുന്നത്. അത്ര സൂക്ഷ്മമായി ഹൃദയം കൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കണം. ആ ചേർച്ചയിലാണ്, അങ്ങനെ ചേരുമ്പോഴാണ് ആ വചനത്തെ, ആ വചനധാരയെ, ആ വചനപ്രകാശത്തെ ഹൃദയപ്രകാശം കൊണ്ട് പുണരാനാകുന്നത്. അവിടെ മാത്രമാണ് ഖുർആൻ ആ നൂറായി, ആ റൂഹായി, ഒരു ജീവന്റെ ലക്ഷ്യമായി, സാർത്ഥകമായി തീരുന്നത്. ഇതിൻ്റെ ആമുഖത്തിൽ അതിൻ്റെ ഉൾപ്പൊരുളുകളെ നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു അന്വേഷിയുടെ സഞ്ചാര വഴിയിലെ പല ഘട്ടങ്ങളിൽ ആ പരമ്പൊരുളായി പറയുന്ന വചനങ്ങളെ, ആ പ്രണയദൂതനായി പറയുന്ന വചനങ്ങളെ, ആ ഗുരുപ്രകാശത്തിൽ വചനങ്ങളെ പറയുന്ന വചനങ്ങളെ, ഒരാത്മാന്വേഷിയുടെ, ഒരു ശിഷ്യന്റെ, ഒരു സാധകന്റെ തലത്തിൽ അതിനെ വിവരിക്കുന്നതിന്, ഇതെല്ലാം ഒരേ മനുഷ്യന്റെ ഘട്ടങ്ങളിൽ, പല ഘട്ടങ്ങളിൽ അവൻ്റെ ബോധപരിണാമത്തിനനുസരിച്ച് അവൻ്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നതാണ്. ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് അവന് വഴിയെന്ന്, എങ്ങനെയാണ് ആ വഴിയിൽ അത് പ്രകാശമായി, വെളിച്ചമായി, ഒളിവായി അവനെ കൊണ്ടുപോകുന്നതെന്ന് അങ്ങനെ അറിയുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഏതാനും വചനങ്ങളിലൂടെ അതിൻ്റെ പൊരുളിലേക്ക് പല തലത്തിലുള്ള ആ വചനധാരയെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു നാം. അതിനെ തുടർന്ന് ഇന്ന് നാം 9-ാം ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന സൂക്തം വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹ 20-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ സൂക്തമാണ്. സൂഫികൾക്കിടയിൽ വളരെ പ്രശസ്തമായ, സൂഫികൾ പലപ്പോഴും സൂഫി സദസ്സുകളിൽ, ഗുരുശിഷ്യ സദസ്സുകളിൽ, ഗുരുക്കന്മാരുടെ താലീമുകളിൽ
ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അറിയാതെ വിടർന്നു പോകുന്ന, വിരിഞ്ഞു പോകുന്ന, അറിയാതെ പറഞ്ഞു പോകുന്ന വചനമാണ്. ഖുർആനിലെ പല വചനങ്ങളും ആ തലത്തിൽ ശിഷ്യഹൃദയങ്ങളെ പ്രശോഭിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ അതിനെ അങ്ങനെ തന്നെ സൂക്ഷ്മാംശമായിട്ട് എടുത്ത് പറയും. അങ്ങനെ പറയപ്പെടുന്ന വചനങ്ങളിൽ ഒന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ റഹ്മാനു അലൽ അർശി ഇസ്തവാ. അർ റഹ്മാൻ, ആ കൃപാനിധിയായ നാഥൻ, ആ പരമ ദയാലുവായ അർ റഹ്മാൻ, പരിഭാഷകൾക്ക് അതീതമായ ആ റഹ്മത്തിൻ്റെ, ആ മഹാകൃപയുടെ, ആ കൃപാസാഗരമായിരിക്കുന്നവൻ, ആ കൃപാനിധിയായിരിക്കുന്നവൻ, കൃപയുടെ ഏറ്റവും അതുല്യതയെ, ദ മോസ്റ്റ് മേഴ്സിഫുൾ, മോസ്റ്റ് കമ്പാഷനേറ്റ് എന്നെല്ലാം പറയുന്ന ഈ വചനങ്ങളൊന്നും ഈ പരിഭാഷാ വാക്കുകൾക്കെല്ലാം അതീതമായ റഹ്മാൻ, ആ റഹ്മിൻ്റെ, ആ ഗർഭപാത്രത്തിൻ്റെ കരുണയെ, ആ പരമമായ കൃപയെ പ്രകാശിപ്പിക്കുന്ന അതീതമായ ഒരു വാക്കാണ് അർ റഹ്മാൻ എന്നത്, ആ റഹ്മാനിയത്ത് എന്നത്, ആ റഹ്മത്ത് എന്നത്. ഇതെല്ലാം റഹ്മാൻ എന്നത് ആ പരമ ബോധത്തോട് ചേർത്ത്, പരമകൃപയോട് ചേർത്ത് പറയുന്നതാണ്. റഹ്മത്ത് എന്നത് ആ പ്രണയദൂതനോട് ചേർത്ത് പറയുന്നതാണ്. രണ്ടും രണ്ട് തലത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് ഭാഷയിൽ വരുന്നു, രണ്ട് വാക്കുകളിൽ വരുന്നു. ആ വാക്കുകളുടെ ആ ഭാഷ്യം നമ്മൾ അതിൻ്റെ അകമേ പ്രവേശിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഓരോ വാക്കിനും, ഓരോ വാക്കും ഓരോ ഇടത്ത് പ്രയോഗിക്കുമ്പോൾ അതിനത്രമേൽ ആഴമുണ്ടെന്നറിയുന്നത് അതിൻ്റെ ആഴങ്ങളിലേക്ക് നാം അറിയാതെ ഗുരുവഴികളിലൂടെ ചെന്ന് ചേരുമ്പോൾ മാത്രമാണ്. അർ റഹ്മാൻ എന്നത് പരിഭാഷകൾക്ക് അതീതമായ വാക്ക്. ആ പരമപ്രകാശം, ആ പരമപ്രകാശം എങ്ങനെ ആ ജീവൽ പ്രകാശമായി പല ഘട്ടങ്ങളിലൂടെ, പല ആകാശങ്ങളിലൂടെ കടന്ന് പരമപ്രകാശമായി തീരുന്ന ആ ഒളിവിൻ്റെ, ആ ഒളിഞ്ഞിരിക്കുന്ന, ആ മറഞ്ഞിരിക്കുന്ന ആ ഒളിവ് എങ്ങനെയാണ് അതിൻ്റെ കൃപയെ ഈ പ്രാപഞ്ചികതയിൽ അത്രയും അതിൻ്റെ മഹാകൃപയെ പ്രകാശിപ്പിക്കുന്നതെന്ന്, തൻ്റെ അകമെ പ്രകാശിപ്പിക്കുന്നതെന്ന്, തൻ്റെ ഉള്ളത്തിൽ ആ പ്രകാശമായി, പ്രണയമായി ആ പ്രതിസ്ഫുരിക്കുന്നതെന്ന്, പ്രതിഫലിക്കുന്നതെന്ന്, പ്രതിബിംബിക്കുന്നതെന്ന് നമ്മളിങ്ങനെ അറിയുന്ന, ആ അനുഭവിക്കുന്ന ഇടത്തെയാണ് അർ റഹ്മാൻ എന്നത്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവാ. അവൻ ആ സിംഹാസനത്തിന് മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നാണ് സാമാന്യമായ പരിഭാഷ. അവൻ സിംഹാസനസ്ഥനായിരിക്കുന്നു. ആര്? അർ റഹ്മാൻ. സൂഫികൾ നഫ്സുർ റഹ്മാനി എന്ന് പറയാറുണ്ട്. നമുക്കവിടേക്ക് എത്താം. ആ റഹ്മാൻ എന്നത് ആ പരമ ദയാലുവായിരിക്കുന്ന, ആ കൃപാസാഗരമായിരിക്കുന്ന, ആ കൃപയുടെ പ്രകാശരൂപമായിരിക്കുന്നവൻ, പ്രകാശത്താൽ അരൂപിയായവൻ, വെളിച്ചത്തിൽ ഒളിച്ചിരിക്കുന്നവൻ. അർ റഹ്മാനു അലൽ അർശി ഇസ്തവാ. ഈ വചനത്തെ മസനവിയുടെ 1-ാം വോള്യത്തിൽ എന്താണ് ഇതിൻ്റെ കൃത്യമായ അർത്ഥമെന്ന്, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന്, ഏതൊരു തലത്തിലാണ് ഈ അർശ് എന്നത്, അർശിനെ കുറിച്ചും സൂഫികൾ പലപ്പോഴും പല അർത്ഥത്തിൽ നമ്മൾ തന്നെ നമ്മുടെ മസനവിയുടെ ക്ലാസ്സുകളിലെല്ലാം എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രസിദ്ധമാണ്, വളരെ വിശ്രുതമാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങളും അർത്ഥവും. ഗുരു എങ്ങനെയാണ് അതിനെ നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നതെന്ന് നോക്കാം. മൂവായിരത്തി 665 ഇരടിയിൽ തഖ്ത് ദിൽ മഅമൂർ ശുദ് പാകസ് ഹവാ ബീനകെ അർ റഹ്മാൻ അലൽ അർശി ഇസ്തവാ എന്നാണ് ആ വചനത്തെ ഇഖ്തിബാസായി ഇങ്ങനെ തന്നെ എടുത്തു പറയാണ്. തഖ്ത് ദിൽ മഅമൂർ, ആ ഹൃദയപീഠം, ആ ഹൃദയമാകുന്ന സിംഹാസനം മഅമൂർ, അത് മഅമൂർ ശുദ്, അത് പ്രകാശപൂർണമായാൽ, ഫാകസ്ഹവാ, എങ്ങനെ അത് സംശുദ്ധമാകണം. അസ്ഹവാ, ദേഹേച്ഛകളിൽ നിന്ന് സംശുദ്ധമായിട്ട് എപ്പോഴാണോ ആ ഹൃദയ സിംഹാസനം പ്രകാശപൂർണമായി തീരുന്നത്, ആ ഹൃദയ സിംഹാസനത്തിലുള്ള ആ ഹൃദയത്തിലിരിക്കുന്ന സകല ഇരുളുകളും പോയി മറിഞ്ഞുകൊണ്ടത് പൂർണ്ണ വിശുദ്ധമായി, പവിത്രമായി, സംശുദ്ധമായി, പരമപരിശുദ്ധമാകുന്നത് എപ്പോഴോ അസ്ഹവാ, ആ ഹവായിൽ നിന്ന്, എല്ലാ വിധത്തിലുള്ള ദേഹേച്ഛകളിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള ആസക്തികളിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള
വിധത്തിലുള്ള കാമനകളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും ഹൃദയത്തിൻ്റെ എല്ലാ തലത്തിലുള്ള ഇരുൾ വഴികളിൽ നിന്നും അതെപ്പോഴാണോ പരിപൂർണ സംശുദ്ധമായി സൂക്ഷ്മ തലത്തിൽ അത് പ്രകാശപൂർണമായി തീരുന്നത് എപ്പോഴാണോ ആ ഹൃദയ സിംഹാസനം, ആ ഹൃദയമാകുന്ന ആ പീഠം, ആർഷ് എന്നതിന് അങ്ങനെയൊക്കെ അർത്ഥം പറയാം. ഇവിടെ തഖ്തിൽ മഅമൂർ ശുദ്ബാ കസ്ഹബ, ആ ദേഹേച്ഛകളിൽ നിന്ന് സമ്പൂർണ്ണ സംശുദ്ധമായി പ്രകാശപൂർണമായി തീരുന്നത് എപ്പോഴാണോ ആ ഹൃദയം, അവിടെ ബീനിക്ക് അവിടെ കാണാം, അവിടെ നിങ്ങൾക്ക് അനുഭവിക്കാം. ആ ഘട്ടത്തിൽ അവൻ്റെ ഉള്ളത്തിന് അവൻ അനുഭവിക്കാം എന്ത്? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അവിടെ എന്ത് അനുഭവിക്കാം? അർ-റഹ്മാൻ, ആ റഹ്മാനിയത്ത്, ആ റഹ്മാനായ ആ അർ-റഹ്മാൻ എന്ന ആ കൃപാകരൻ, ആ പരമകൃപാകരൻ അലൽ അർശി ഇസ്തവ, അവിടെ സിംഹാസനത്തിൽ ആരൂഢമായിരിക്കുന്നു, ആസനസ്ഥനായിരിക്കുന്നു, ആ സിംഹാസനത്തിൽ ആ സിംഹാസനസ്ഥനായിരിക്കുന്നു. ആ അനുഭവത്തെ അവിടെ ആദ്യമേ ആ പ്രകാശമുണ്ട്. ആ പ്രകാശം അങ്ങ് തെളിയാൻ അവിടെയുള്ള ഇരുളുകൾ അത്രയും പോകണം. നമ്മൾ പറയുന്ന ആ കണ്ണാടി തെളിയണം. ആ കണ്ണാടിയിൽ അത്രമേൽ മാലിന്യങ്ങളാണ്, തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്, ഇരുളുകളാണ്. ഇരുളുകളുടെ ആ കട്ടയായ ഇരുളുകൾ ആ കണ്ണാടിയെ മൂടിക്കളഞ്ഞിരിക്കുകയാണ്. ആ കണ്ണാടി അങ്ങനെ അങ്ങ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, അതിങ്ങനെ ഓരോ നിമിഷവും അത് ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ആധ്യാത്മിക പരിശീലനം എന്ന് പറയുന്നത്. അവിടെയാണ് തെർബിയത്ത് നടക്കുന്നത്, ആ പരിശീലന ക്രമം. അതിനെ ശുദ്ധീകരിക്കുന്ന, ആ പരിശീലിപ്പിക്കുന്ന ഗുരുവിനെയാണ് മുറബ്ബി എന്ന് പറയുന്നത്, മുറബ്ബിയായ ഷെയ്ഖ് എന്ന് പറയുന്നത്. അതിങ്ങനെ ശുദ്ധീകരിക്കാൻ, തനിക്ക് സ്വയം ശുദ്ധീകരിക്കാൻ കഴിയാത്ത അത്രമേൽ കട്ടിപിടിച്ചതിനെ അതിനെ അത്രമേൽ ആഞ്ഞു പിടിച്ചുകൊണ്ട് ശുദ്ധീകരിച്ച് നൽകുന്നവനാണ് മുറബ്ബി. ആ ശുദ്ധമാകുമ്പോൾ, അത് പവിത്രമാകുമ്പോൾ, എല്ലാവിധ ദേഹേച്ഛകളിൽ നിന്നും അത് സംശുദ്ധമാകുമ്പോൾ, അങ്ങനെ അത് സംശുദ്ധമായി തീരുമ്പോൾ, അവിടെയാണ് അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ, ആ ഹൃദയ സിംഹാസനത്തിൽ ആ കൃപാകരൻ, ആ പരമ ദയാലുവായ നാഥൻ, ആത്മനാഥൻ, പ്രണയനാഥൻ, ആ പരമബോധമായിരിക്കുന്ന, പരമപ്രകാശമായിരിക്കുന്ന പരമ്പൊരുൾ അവിടെ ഇരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ സഫാനെ കുറിച്ച്, ആ സിഫാത്തിനെ കുറിച്ച്, ആ സിഫാത്ത് ഹഖ്. പിന്നെ അവിടെ സിഫാത്ത് ഖൽഖിന്റെ എല്ലാ സിഫാത്തുകളും മാറുകയാണ്. ഹഖിന്റെ സിഫാത്ത്, ആ പരമ്പൊരുളിന്റെ സവിശേഷതകൾ, ഗുണങ്ങൾ മാത്രം അവിടെ വരികയാണ്. അവിടെ ആ ഫദ്ൽ ഹഖ്, ഈ രണ്ട് വാക്കുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹസ്രത്ത് അലിയുമായി ചേർത്ത് പറഞ്ഞപ്പോൾ മസ്നവിയുടെ ഭാഗത്ത്. ആ ഫസ്ൽ ഹഖ് എന്ന് പേർഷ്യനിൽ പറയും. ആ ഫദ്ൽ, ആ കൃപ, ആ റഹ്മത്ത്, ആ റഹ്മത്ത് അവിടെ സമ്പൂർണമായ ആധിപത്യം നേടുകയാണ്. ആ റഹ്മത്ത് അവിടെ വന്നെത്തുമ്പോൾ ആ തഖ്തിൽ മഅമൂർ ശുദ്ബാ കസ്ഹബ ബീൻകെ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അവിടെ കാണാം എല്ലാ ദേഹേച്ഛകളിൽ നിന്നും പരമപരിശുദ്ധമായി സംശുദ്ധമായി പ്രകാശം പൂർണ്ണമായി തീർന്ന നിന്റെ ഹൃദയ സിംഹാസനത്തിൽ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അവിടെ ആ കൃപാകരൻ, ആ പ്രണയനാഥൻ അവിടെ സിംഹാസനസ്ഥനായിരിക്കുന്നത് കാണാം. അവിടെ മറ്റൊന്നും കാണാനില്ല. ആ കണ്ണാടി തെളിഞ്ഞപ്പോൾ ആ കണ്ണാടിയിൽ പ്രതിസ്ഫുരിച്ചിരിക്കുന്നത് ആ പരമപ്രകാശത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് അവിടെ പ്രകാശിച്ചത്. ആ പ്രകാശിച്ചത് യഥാർത്ഥമായി ദർശിക്കുമ്പോൾ അത് തിരിച്ചറിയുന്നു ആ പ്രകാശത്തെ. ആ ഹൃദയ സിംഹാസനം, ഹൃദയമാകുന്ന പീഠം ദേഹേച്ഛകളിൽ നിന്ന് സംശുദ്ധമായി പ്രകാശപൂർണമായി തീർന്നാൽ കൃപാനിധിയായ പ്രാണനാഥൻ അവൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് കാണാം എന്ന പരിഭാഷ. എല്ലാവിധ ദേഹകാമനകളിൽ നിന്നും, ലൗകികമായ സർവ്വവിധ ഇരുളുകളിൽ നിന്നും ഹൃദയം മുക്തമായി തീർന്നാൽ ആ ഹൃദയത്തിൻ്റെ മുക്തിയാണ്, ആ ഹൃദയത്തിൻ്റെ മോക്ഷമാണ്. ആ ഹൃദയമാണ് എല്ലാത്തിനോടും കെട്ടുപിണഞ്ഞു കിടക്കുന്നത്, അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. ഈ അറ്റാച്ച്മെൻ്റാണ്, ഈ പാശമാണ്. ആ പാശത്താൽ ബന്ധിതമായിരിക്കുന്ന ആ പശു, അൽ ബക്കറ, ബക്കറ എന്നത് പശു, അത് പാശമാണ്. അത് കെട്ടിയിടപ്പെട്ടതാണ്, കയറിനാൽ അത് കെട്ടിയിടപ്പെട്ടതാണ്, ആ പാശത്താൽ കെട്ടിയിടപ്പെട്ടതാണ്. അതാണ് പാശം. ആശാപാശം എന്ന് പറയുന്നു. ആശകളുടെ പാശമാണ്, അതൊരു കയറാണ്. ആ കയറിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അതാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അറ്റാച്ച്മെന്റിനാൽ
ആ പാശത്താൽ കെട്ടിയിടപ്പെട്ട, ആ പാശത്തിൽ കുടുങ്ങിക്കിടക്കുന്ന, സ്വാതന്ത്ര്യമില്ലാതെ ആ ദൈവികതയുടെ ആ മഹാകാശത്തേക്ക് പറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിധം കെട്ടിയിടപ്പെടുകയാണ് ദേഹേച്ഛകളുടെ, കാമനകളുടെ, ആസക്തികളുടെ, ഭൗതികതയുടെ, പലയിടങ്ങളിൽ പല അധികാരമോഹങ്ങളുടെ, സമ്പത്തിനായിട്ടുള്ള പല പല പാശങ്ങൾ. ഇതെല്ലാം പാശമാണ്. അത്തരത്തിലുള്ള എല്ലാ പാശങ്ങളിൽ നിന്നും മുക്തമാകാനാണ്, ആ പാശങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് സൂറത്തുൽ ബഖറ പ്രതിനിധീകരിക്കുന്നത്, ആ നാമം തന്നെ പ്രതിനിധീകരിക്കുന്നത്. അവിടെയാണ് ആ എല്ലാ വിധത്തിലുള്ള ഹവായിൽ നിന്നും സംശുദ്ധമാകുമ്പോൾ ആ സിംഹാസനത്തിൽ, ആ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ ആ പരമപ്രകാശം, പരമബോധം, പരമ്പൊരുൾ പ്രകാശിക്കുകയാണ്. അത് മാത്രമാണ് പിന്നെ പ്രതിഫലിക്കാനുള്ളത്. അതിലേക്ക് എന്ത് സംഭവിക്കേണ്ടതുണ്ട്? ആദ്യമേ ഉള്ളതത്രയും മാഞ്ഞു പോകേണ്ടതുണ്ട്. അതിനെയാണ് സൂഫികൾ മഹവ് എന്ന് പറയുന്നത്. ആ മാഞ്ഞു പോകുന്നതാണ്, മാഞ്ഞു പോകുന്നതാണ്. ആ അതിലുള്ള ഇരുളുകൾ അത്രയും മാഞ്ഞു പോകണം. എല്ലാ ആശാപാശങ്ങളും മാഞ്ഞു പോകണം. അവിടെ ഫന സംഭവിക്കണം, എല്ലാം ഇല്ലാതാകണം. ആ ഇല്ലാതാകുന്ന ആ ഫന സംഭവിക്കുമ്പോൾ ആ ഫനായിന് ശേഷം ബാക്കിയാകുന്ന ആ പരമപ്രകാശത്തെയാണ് ഇവിടെ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറയുന്നത്. അവിടെ റഹ്മാൻ മാത്രം ബാക്കിയാകുന്നു, ആ സിഫാത്തെ ഹക്ക് മാത്രം ബാക്കിയാകുന്നു, ആ ഫളുലെ ഹക്ക് മാത്രം ബാക്കിയാകുന്നു. അത് അല്ലാത്തതെല്ലാം നശിച്ചു പോകണം. അല്ലാത്തതെല്ലാം നശിച്ചു പോകുന്ന, എല്ലാം നശിച്ചു പോകുന്ന ആ പരമപ്രകാശമല്ലാത്ത ആ പ്രകാശം വന്നെത്തുമ്പോൾ ഇല്ലായ്മ സംഭവിക്കുന്ന സകല ഇരുളുകളും, സകല ഇരുൾ മറകളും, 70,000 മറകളുണ്ടെന്ന് പറയുന്നു ഗുരുക്കന്മാർ. അത്രമേലുള്ള മറകൾ, പല തലത്തിലുള്ള ഹൃദയത്തിനും ആ ദൈവികതയ്ക്കും ഇടയിലുള്ള മറകൾ അത്രയും ഓരോന്നോരോന്നായിട്ട് ശുദ്ധി ചെയ്ത് സംസ്കരിച്ചെടുത്ത്, അതാണ് തസ്കിയത്ത്, ആ സംസ്കരണ പ്രക്രിയയാണ്. ആ സംസ്കരണ പ്രക്രിയയിലുള്ള പരിശീലന ക്രമത്തെയാണ് നമ്മൾ തർബിയത്ത് എന്ന് പറയുന്നത്. ആ വഴിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എല്ലാം ഇല്ലായ്മ സംഭവിച്ച് അവൻ മാത്രം ബാക്കിയാകണം. ആ മഹത്വവും ആ ദുൽ ജലാലി വൽ ഇക്റാം, ആ മഹത്വവും ആ മഹോദാരതയുടെയും ആ മഹാപ്രകാശത്തിൻ്റെ ആ ഉടമയായ നാഥനല്ലാത്തതെല്ലാം എല്ലാം ഇല്ലായ്മ സംഭവിക്കുന്നു, അവൻ മാത്രം ബാക്കിയാകുന്നത്. സൂറത്തുർ റഹ്മാനിൽ നമ്മൾ അർ-റഹ്മാനെ കുറിച്ചാണ് പറയുന്നത്. സൂറത്തുർ റഹ്മാൻ 55-ാമത്തെ അധ്യായം. നമ്മൾ പശുവിനെ കുറിച്ച് പറഞ്ഞു, 2-ാമത്തെ അധ്യായം. 55-ാമത്തെ അധ്യായം റഹ്മാൻ, സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവയിൽ സൂറത്തുർ റഹ്മാനിൽ പറയുന്നു, കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം, സർവരും എന്താണ്? അലൈഹ ഫാൻ, ഫാനിയാകുന്നതാണ്. ഫന, ആ വാക്ക് ഇതിൽ നിന്നാണ് വരുന്നത്. സർവവും നശിച്ചു പോകുന്നതാണ്, എല്ലാത്തിനും ആത്മനാശം സംഭവിക്കുന്നതാണ്, അതിൻ്റെ സ്വത്വങ്ങളെല്ലാം ഇല്ലായ്മ സംഭവിക്കുന്നതാണ്, എല്ലാം നശിച്ചു പോകുന്നതാണ്, ഫാനിയാകുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. വയബ്ഖാ, അവിടെ ബാക്കിയാകും. ബട്ട് വിൽ റിമൈൻ. എന്താണ് റിമൈൻ ചെയ്യുക? ബാക്കിയാകുന്നത് എന്താണ്? ബഖാ ആകുന്നത് എന്താണ്? വജ്ഹു റബ്ബിക, നിന്റെ നാഥന്റെ മുഖം. ആ മുഖമെന്നത് ആ പരമപ്രകാശം, ആ പരമപ്രകാശം മാത്രമാണ് ബാക്കിയാകുദുൽ ജലാലി വൽ ഇക്റാം. അത്രമേൽ അത്യുന്നതനായ, മഹോദാരനായ, ആ മഹാകൃപയായ അർ-റഹ്മാൻ ആയിരിക്കുന്ന സൂറത്തുർ റഹ്മാനിൽ പറയുന്ന അർ-റഹ്മാൻ, അത് മാത്രമാണ് ബാക്കിയാകുക. ബാക്കിയെല്ലാം ഇല്ലായ്മ സംഭവിക്കും. ആ സിഫാത്തെ ഹക്ക് മാത്രമാണ് നിന്റെ അകമേ ബാക്കിയാകുക. എല്ലാം പോകണം, അതിലുള്ള സർവവും പോകണം, സർവരും പോകണം നിന്റെ ഹൃദയമാകുന്ന ദർപ്പണത്തിൽ. ആ ദർപ്പണത്തിലെല്ലാം മാറുമ്പോൾ അവൻ്റെ വജ്ഹ് മാത്രം, വജ്ഹു റബ്ബിക, നിന്റെ നാഥന്റെ, ആത്മനാഥന്റെ പ്രകാശമല്ലാത്ത, ആ വദനമല്ലാത്ത, ആ മുഖമല്ലാത്ത എല്ലാം പോകും, എല്ലാം ഇല്ലാതാകും. ആ സിംഹാസനത്തിൽ പിന്നെ ബാക്കിയാകുന്നത്, ഉപവിഷ്ടനായിരിക്കുന്നത് അർ-റഹ്മാൻ മാത്രമാണ്. അർ-റഹ്മാൻ മാത്രം അവിടെ ഉപവിഷ്ടനാകുന്നു, പിന്നൊന്നുമില്ല. അതാണ് നഫ്സുർ റഹ്മാനി എന്ന് പറയുന്നത്. 7 ഘട്ടങ്ങളിൽ, 7 ആകാശങ്ങളിൽ
അതിലൂടെ അവസാനം ആ റഹ്മാൻ, ആ നഫ്സുർ റഹ്മാൻ, ആ റഹ്മാൻ മാത്രം ബാക്കിയാകുന്നു ആ സിംഹാസനത്തിൽ. അതാണ് ഇതിന്റെ ഒരു ഘട്ടമാണ്. നമുക്കത് പറയാം. ആ ഹദീസിൽ വിശദീകരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഈ ഭാഗത്തെ മൗലാന ജലാലുദ്ദീൻ റൂമി കൃത്യതയോടെ പറഞ്ഞ ബീൻ കെ റഹ്മാനു അലൽ അർഷിസ്തവ എന്ന് വിശദീകരിച്ചു. നിന്റെ അസ്ഹവ, സകല എല്ലാവിധത്തിലുള്ള കാമനകളിൽ നിന്നും മുക്തമാകുമ്പോൾ പിന്നെ അവിടെ ഉപവിഷ്ടമാകുന്നത് എന്തോ അതാണ് ഹദീസിൽ പറയുന്നത് അന്ന ഖൽബൽ മുഅ്മിനി അർശുർ റഹ്മാൻ എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അർശുർ റഹ്മാൻ, റഹ്മാനിന്റെ അർശ് ഏതാണ്? അന്ന ഖൽബൽ മുഅ്മിനി, ആ ബോധപ്രാപ്തന്റെ ഹൃദയമാണ്. ആ ഹൃദയബോധ്യം വന്നവന്റെ കൽബാണ്, ആത്മബോധ്യവാന്റെ കൽബാണ്. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് എന്ന് നമ്മളെപ്പോഴും പറയുന്നത്. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ എന്നത് ഇങ്ങനെ പല വാക്കുകളിലായി പ്രയോഗിച്ചിട്ടുണ്ട്. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹിൽ അഅലം, ഉന്നതനായ ആ സമുത്കൃഷ്ടമായ നാഥന്റെ അർശ്. അർശ് എന്താണ്? ഖൽബുൽ മുഅ്മിൻ, ആ ബോധപ്രാപ്തന്റെ ഹൃദയമാണ്, ആ ബോധത്തിലേക്ക് ഉണർന്നവന്റെ ഹൃദയമാണ്, ആ ദിവ്യബോധം സിദ്ധിച്ചവന്റെ ഹൃദയമാണ്. മുഅ്മിൻ കാ ദിൽ അല്ലാഹ് കാ അർശ് ഹേ എന്ന് പറയും സൂഫികൾ. ആ ഹൃദയമാണ് ആ ദൈവത്തിന്റെ സിംഹാസനം എന്നത് പല ഭാഷ്യത്തിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം മായുമ്പോഴുള്ള ആ ദൈവികത പ്രകാശിക്കുന്ന ഇടം, അതിനെയാണ് ഗുരു 3666 ഈരടിയിൽ പറയാണ്. ഹുക്മു ബർദിൽ ബഅദസീൻ ബി വാസിതെ ഹഖ്ഖുനദ് ചൂൻ യാഫ്ത് ദിൽ ഈൻ റാബിത്തെ. ഹൃദയത്തിന് ആ പരമബോധവുമായുള്ള ഈ ബന്ധം ലഭ്യമായി കഴിഞ്ഞാൽ, ആ ഹൃദയത്തിലെ ഇരുളുകളെല്ലാം മായിഞ്ഞ് എല്ലാ ഹവായിൽ നിന്നും മുക്തമായിട്ട് ആ പരമബോധവുമായുള്ള പരമപ്രകാശവുമായുള്ള ഈ ബന്ധം ലഭ്യമായി കഴിഞ്ഞാൽ യാതൊന്നും ഇടനിലയില്ലാത്ത വിധം, ബി വാസിത്തെ, ഒരു ഇടനിലയും ഇല്ലാത്ത വിധം, ഒരു മധ്യസ്ഥവും ഇല്ലാത്ത വിധം ആ പരമ്പൊരുൾ ഹൃദയത്തിന് മേൽ സമ്പൂർണമായി ആധിപത്യം ഉറപ്പിക്കുന്നു. അത് ഏറ്റവും മേൽ ആ ഹുക്മു ബർദിൽ, ആ ഹൃദയത്തിന് മേൽ ആ ആധിപത്യം ഉറപ്പിക്കുന്ന ഏതാണ്? ആ പരമ്പൊരുളാണ്, ആ പരമപ്രകാശമാണ്, ആ പരമബോധമാണ്. അതിൻ്റെ ആധിപത്യം ഉണ്ടാകും എപ്പോൾ? അതിൻ്റെ ബന്ധം ലഭ്യമായി കഴിയുമ്പോൾ. ആ ഹൃദയത്തിന് ആ ഡയറക്റ്റ് കണക്ഷൻ ലഭിക്കണം. ആ ബന്ധം അങ്ങ് കൃത്യതയോടെ ലഭ്യമായി കഴിയുമ്പോഴാണ് അവിടെ ആ പരമ്പൊരുൾ അർ റഹ്മാനു അലൽ അർശിസ്തവ എന്ന് പറയുന്നത്. അത് ആ ബന്ധം ലഭ്യമായി കഴിയണമെങ്കിൽ അത് സംശുദ്ധി പ്രാപിക്കണം. എല്ലാ ഹവായിൽ നിന്നും അത് ശുദ്ധീകരിക്കണം. മഅമൂർ ശുദ്ധ് അസ് ഹവ എന്ന് പറഞ്ഞ ഭാഗം, അതെല്ലാത്തിൽ നിന്നും എന്താവണം? തഖ്തിദിൽ മഅമൂർ ശുദ്ധ് പാക്ക് അസ് ഹവ, ആ പാക്ക് ശുദ്ധമാകണം. അസ് ഹവ, എല്ലാ ഹവായിൽ നിന്നും. അതിൽ നിന്ന് ശുദ്ധമാകുമ്പോൾ മാത്രമാണ് അതിന് പരമബോധവുമായുള്ള ബന്ധം ലഭ്യമായി കഴിയുന്നത്. ആ ലഭ്യമായി കഴിഞ്ഞാലോ പിന്നെ അവിടെ യാതൊരു വിധത്തിലുള്ള ഇടനിലയുടെയും മധ്യസ്ഥത്തിൻ്റെയും ആവശ്യമില്ലാത്ത വിധം ആ ഹൃദയത്തിന് മേൽ ആ പരമ്പൊരുൾ, ആ ആത്മനാഥൻ ആധിപത്യം ഉറപ്പിക്കുന്നു. സൂറത്തുൽ ഫുർഖാനിൽ 25-ാമത്തെ അധ്യായത്തിൽ 59-ാമത്തെ സൂക്തം ഇതിനോട് ചേർത്ത് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ സുമ്മസ്തവാ അലൽ അർശി അർ റഹ്മാനു ഫസ്അൽ ബിഹി ഖബീറാ. ഇവിടെയും അർ റഹ്മാൻ പറയുന്നു. അർ റഹ്മാൻ എപ്പോഴാണ് ആധിപത്യം ഉറപ്പിക്കുന്നതെന്ന് പറയുന്നു. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്, ഈ ആകാശഭൂമികളെ അവൻ ആകാശങ്ങളെയും ഭൂമിയെയും വമാ ബൈനഹുമ, അവക്കിടയിലുള്ളതിനെയും അവൻ സൃഷ്ടിച്ചത് 6 ഫീ സിത്തതി അയ്യാമിൻ, 6 ഘട്ടങ്ങളായിട്ടാണ്. 6 പീരീഡ്സിലാണ്, 6 ഘട്ടങ്ങളാണ്. 6 ദിവസം എന്ന് പറയാറുണ്ട്. ഫീ സിത്തതി അയ്യാമിൻ, 6 ഘട്ടങ്ങളാണ്. എന്നിട്ടോ അങ്ങനെ സൃഷ്ടിച്ചവന് അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ സുമ്മസ്തവാ അലൽ അർശ്, പിന്നെ അവൻ സിംഹാസനസ്ഥനായിരിക്കുന്നു അതിനുമേൽ. ആ സിംഹാസനം, ആ 6 ഘട്ടങ്ങളും 6 ഘട്ടങ്ങൾക്ക് ശേഷം അവിടെ സിംഹാസനമുണ്ട്. ആ സിംഹാസനസ്ഥനായിരിക്കുന്നു ആര്? അർ റഹ്മാൻ. അർ റഹ്മാനു അലൽ അർശിസ്തവ എന്ന് പറഞ്ഞതിനോട് ചേർത്തറിയുക. ഈ ആകാശഭൂമികൾ, ഈ ദേഹവും ഈ ദേഹിയും
ഇതിൻ്റെ ഒരു ജ്ഞാനപൂർണിമയുടെ മറ്റൊരു തലത്തിൽ ഗുരുക്കന്മാർ വിശദീകരിക്കുന്നതാണ്. ഈ ദേഹവും ദേഹിയും ആകാശവും സമാവാത്ത് വൽ അർള്, ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും അല്ലേ, ആ ഏഴ് ആകാശങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അതിന് 6 ഘട്ടങ്ങളായിട്ട്, 6 ഭാഗങ്ങളായിട്ട്, അല്ലെങ്കിൽ ആറ് തലങ്ങളായിട്ടാണ് ആ മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ ആത്മാകാശങ്ങൾ, 7 ആകാശങ്ങളിൽ 6 ഘട്ടങ്ങൾ. 7ാമത്തത് ഏതാണ്? അർ റഹ്മാൻ, നഫ്സുർ റഹ്മാനിയാണ്. 6 നഫ്സിന്റെ 6 ഘട്ടങ്ങൾ, പല 6 തലത്തിലൂടെയാണ്, 6 ഘട്ടങ്ങളിലൂടെയാണ്. 6 ചക്രാസ്, 7 ചക്രാസിന്റെ 6 ഘട്ടങ്ങളാണ്. 7ാമത്തത് ഏതാണ്? അർ റഹ്മാൻ തന്നെയാണ്. ആ അർ റഹ്മാനിനെ, അർ റഹ്മാനു ഫസ് അൽ ബിഹി ഖബീറ, ആ അർ റഹ്മാനിനെ നിങ്ങൾ ആരോട് ചോദിക്കണം? ആ നഫ്സുർ റഹ്മാനിൽ എത്തണമെങ്കിൽ അർ റഹ്മാനായിരിക്കുന്ന നാഥനെ കുറിച്ചിട്ട് ഖബീറിനോട് ചോദിക്കണം. അർ റഹ്മാനിനെ അറിയണമെങ്കിൽ അർ റഹ്മാനിനെ കുറിച്ച് ആരോടാണ് ചോദിക്കുന്നത്? ഖബീറാണ്. ഖബീറ, ആത്മജ്ഞാനിയോട് ചോദിക്കണം. ഇതിൻ്റെ പൊരുൾ അറിഞ്ഞവനോട് ചോദിക്കണം. ഈ 7 ആകാശങ്ങളെയും പൊരുളറിഞ്ഞവനോട് ചോദിക്കണം. 7ാമത്തെ ആ ഘട്ടത്തെ, 6 ഘട്ടങ്ങൾക്കും ശേഷമുള്ള 7ാം ഘട്ടത്തിൽ അവൻ ഉപവിഷ്ടനാകുന്നതാണ്, അവൻ വിശ്രമിക്കുന്നതാണ്. ബൈബിളിൽ അവൻ പിന്നെയാണ് ആ 7ാം ഘട്ടത്തിൽ, പിന്നെ അവൻ തന്നെയാണുള്ളത്. 6 ഘട്ടത്തെയും സൃഷ്ടിച്ചുകൊണ്ട് 7ാം ഘട്ടത്തിൽ അർ റഹ്മാനാണ്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അർ റഹ്മാൻ തന്നെയാണ്, ആ നഫ്സുർ റഹ്മാനിയാണ്. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, നഫ്സുൻ അമ്മാറയെ കുറിച്ച് പറഞ്ഞു. നഫ്സുൽ ലവ്വാമയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. നഫ്സുൻ മുൽഹിമ, നഫ്സുൻ മുത്മഇന്ന, നഫ്സുൻ റാളിയ, നഫ്സുൻ മർളിയ. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ മുതൽ ആ ർജീ ഇലാ റബ്ബികി റാളിയതൻ മർളിയ എന്ന് പറയുന്ന ആ ഘട്ടം വരെ, ആ മർളിയത്തിന്റെ 6ാം ഘട്ടം, 6 ഘട്ടവും, പിന്നെ 7ാമത്തത് നഫ്സുൻ കാമിലയാണ്, ആ നഫ്സുർ റഹ്മാനിയാണ്. അവിടെയാണ് ആ അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, ആ അർ റഹ്മാനിനെ കുറിച്ച് അർ റഹ്മാനു ഫസ്അൽ ബിഹി ഖബീറ, ആ ഖബീറിനോട് ചോദിക്കുമ്പോൾ മാത്രമാണ് ആ അർ റഹ്മാൻ അനുഭവസ്ഥമാവുക. അവിടെ മാത്രമേ അർ റഹ്മാനിനെ മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ. ആ അർ റഹ്മാനിനെ കുറിച്ചാണ്. ആ അർ റഹ്മാനാണ് എവിടെ? അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അർശില് സിംഹാസനസ്ഥനായിരിക്കുന്നത്. ഇതൊരു ഒരു 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 ചാക്രികതയാണ്. ഏതൊരു തുടക്കമാണോ, ഏതൊരു ബിന്ദുവിൽ നിന്നാണോ ആരംഭിച്ചത്, അതേ ബിന്ദുവിൽ തന്നെ എത്തുന്നത്. ആ റഹ്മത്തിന്റെ, ആ റഹ്മാനിയത്തിന്റെ, ആ റഹ്മാനി റഹീം എന്നതിന്റെ, ആ ബിസ്മിയുടെ ആ പൊരുളാണ് ബിസ്മില്ലാഹ്. ആ ബായിൽ നിന്ന് ആ തുടങ്ങുന്ന ആ ബഖ ആകുന്നത് എന്താണ്? ആ സീനാണ്, ആ സിറാണ്, ആ മീമാണ്, ആ മുഹമ്മദാണ്. ആ മുഹമ്മദീയ പ്രകാശമായിട്ട് അത് ഉരുവം കൊണ്ടത്, അത് പ്രകാശിതമായത്, ആ നൂറ് മുഹമ്മദിയായി പ്രകാശിതമായ ആ റഹ്മത്ത്, ആ റഹ്മാൻ റഹ്മത്തായിട്ട് വന്നത്, അത് അർ റഹ്മാനായിട്ട് അത് പൂർണ്ണതയിൽ ഉപവിഷ്ടമാകുന്നത്, ആ പൂർണ്ണ പ്രകാശമായി ഉള്ളത്തിൽ തെളിയുന്നത്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, ആ അർ റഹ്മാനിലേക്കുള്ള വഴി, ആ തെർബിയത്തിന്റെ വഴി, ആ തസ്ഗിയത്തിന്റെ വഴി അതാരാണ്? ഖബീറിലാണുള്ളത്. ആ ഖബീർ ആരാണ്? ആത്മജ്ഞനാണ്, ആത്മജ്ഞാനിയാണ്, ആ തെർബിയത്തിന്റെ ഗുരുവാണ്, ആ തസ്ഗിയത്തിന്റെ ഗുരുവാണ്. ആ തസ്ഗിയത്തിലൂടെ, തെർബിയത്തിലൂടെ, സംസ്കരണത്തിലൂടെ സംസ്കൃതമാക്കിക്കൊണ്ട്, ആ ഹൃദയത്തെ സംസ്കൃതമാക്കിക്കൊണ്ട്, പ്രകാശപൂർണമാക്കിക്കൊണ്ട്, അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അവിടെ ആ ദൈവികതയുടെ, ആ റഹ്മാനീയത്തിന്റെ പ്രകാശം മാത്രം ബാക്കിയാകുന്നു. ആ പ്രകാശപൂർണതയിലെത്തുന്നു. ആ 7ാം ഘട്ടത്തിലേക്ക്, 6 ഘട്ടങ്ങൾക്കും ശേഷം 7ാം ഘട്ടത്തിൽ അവൻ തന്നെ ഉപവിഷ്ടമാകുന്ന ഇടമാണത്. അതാണ് യഥാർത്ഥത്തിൽ ആ റഹ്മാനിയത്ത്. അത് അകമേ സംഭവിക്കുന്ന, അതൊരു പരിണാമത്തിന്റെ, ഒരു ബോധപരിണാമത്തിന്റെ കഥയാണ്. അതൊരു ബോധപരിണാമത്തിന്റെ അനുഭവമാണ്. ആ ബോധപരിണാമത്തിന്റെ അനുഭവത്തെയാണ് ഗുരു, ആ ബോധപരിണാമത്തിലേക്കുള്ള വഴിയെയാണ് ഹൃദയഗുരു ഇങ്ങനെ കൃത്യതയോടെ നമുക്ക് പറഞ്ഞു തന്നത്. തഖ്ത് ദിൽ മഅമൂർ ശുദ് പാക് അസ് ഹവാ ബീൻ കെ അർ റഹ്മാൻ അലൽ അർശി ഇസ്തവ.
ആ ദേഹേച്ഛകളിൽ നിന്ന്, ആ ഹവ എന്ന് പറയുന്നത് ആ അല്ലാത്ത സകലതുമാണ്. ആ ദൈവികതയിൽ നിന്നല്ലാതെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന ഭൗതികതയുടെ എല്ലാവിധ ആശാപാശങ്ങളും സർവവുമാണ് ആ ഹവ എന്നത്. ആ ഹവായിൽ നിന്ന് സംശുദ്ധമാകണം, പരമപരിശുദ്ധമാകണം. ആ പരിശുദ്ധമാകാനുള്ള വഴിയെയാണ് പറഞ്ഞത്. അത് ആരെടുത്തുനിന്ന് അറിയണം? ഖബീറിൽ നിന്ന് അറിയണം റഹ്മാനെ കുറിച്ച്. ആ റഹ്മാൻ അഖമെ തന്നെ ആ പൂർണ്ണപ്രകാശമായി തെളിയാൻ ആ ഖബീറിൽ നിന്ന് അറിയണം. അവിടെ എന്താണ്? പാകസ്ഹവ, ആ എല്ലാവിധ കാമനകളിൽ നിന്നും എല്ലാവിധ ആശാപാശങ്ങളിൽ നിന്നും മുക്തമായി പ്രകാശപൂർണമാകണം നിന്റെ ഹൃദയം. ആ ഹൃദയപ്രകാശം, നിന്റെ ഹൃദയ സിംഹാസനം, അവിടെ അപ്പോഴാണ് നിനക്ക് കാണാൻ സാധിക്കുക. ആ 6 ഘട്ടങ്ങൾക്കും ശേഷം 7ാം ഘട്ടത്തിൽ അർ-റഹ്മാൻ അലൽ അർശിസ്തവ എന്ന് കാണാൻ കഴിയുക എന്നത് ഗുരു ഈ 3665 ഈരടിയിൽ ഇങ്ങനെ വളരെ വ്യക്തമായി, സ്പഷ്ടമായി, കൃത്യതയോടെ പറഞ്ഞു തരികയാണ്. ഈ ഖുർആൻ സൂക്തത്തെ തന്നെ ആഴത്തിൽ പ്രകാശിപ്പിക്കുകയാണ് ഗുരു. പലപ്പോഴും ഇതിൻ്റെ പരിഭാഷ വായിക്കുമ്പോൾ, മസ്നവിയുടെ പരിഭാഷ വായിക്കുമ്പോൾ ഇത് നമ്മൾ കാണുകയില്ല. ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ചിലപ്പോൾ പരിഭാഷയിൽ ഉണ്ടാവുള്ളൂ. അതത്ര ആഴത്തിലാണ് ഇതിൽ പറയുന്നത്. ആഴത്തിൽ എന്നത് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആത്മസഞ്ചാരിക്ക് അവൻ്റെ ബോധത്തിൻ്റെ ആഴങ്ങളിൽ അത് പ്രതിഫലിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അവിടെയാണ് പറഞ്ഞത് ആ റഹ്മാനിനെ ഫസ് അൽ ബിഹി ഖബീറ, നീ ഖബീറിൽ നിന്നറിയണം റഹ്മാനിനെ. 6 ഘട്ടങ്ങളെയും സൃഷ്ടിച്ച് 7ാം ഘട്ടത്തിൽ ഉപവിഷ്ടമായിരിക്കുന്നവൻ, അവൻ വിശ്രമമായിരിക്കുന്നവൻ, അവൻ തന്നെ ആയിരിക്കുന്നവൻ, അവന് സിഫാത്ത് ഹക്ക് മാത്രം, ഫദ്ലെ ഹക്ക് മാത്രം വിരിഞ്ഞ് പ്രകാശപൂർണമായിരിക്കുന്ന ആ കാമിലായിരിക്കുന്ന അവസ്ഥ. അവിടെയാണ് ഹുക്മു ബർദിൽ ബഅദസീൻ ബി വാസിത്തെ ഹഖുനജൂൻ യാഫ്തദിൽ ഈൻ റാബിത്തെ എന്ന് പറഞ്ഞത്. അവിടെയാണ് ഹൃദയത്തിന് ആ പരമബോധവുമായുള്ള ഈ ബന്ധം ലഭ്യമാക്കുന്നത്. ആ വിസാൽ, ആ ലയം, ആ അനുരാഗിക്ക്, ആ ദിവ്യാനുരാഗിക്ക് തൻ്റെ പ്രണയഭാജനവുമായുള്ള ആ കൃത്യമായ ആ ലയം സംഭവിക്കുന്നത്, ആ ആ വിസാൽ അവിടെ സംഭവിക്കുമ്പോൾ അവിടെ പിന്നെ യാതൊരു വാസ്യത്തെ, ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യമില്ല. ആ വഴികളിൽ മറ്റൊന്നും ആവശ്യമില്ലാത്ത വിധം, ഒരു ഇടനിലയും ആവശ്യമില്ലാത്ത വിധം അനുരാഗി പ്രണയഭാജനവുമായിട്ട് ചേരുകയാണ്. ആ പ്രണയഭാജനത്തിൽ ഒന്നാവുകയാണ്. അവിടെ എന്താണ്? ആ പരമ്പൊരുൾ ഹൃദയത്തിന് മേൽ, പിന്നെ ആ പരമ്പൊരുൾ മാത്രമാണുള്ളത്, ആ അർ-റഹ്മാൻ മാത്രമാണുള്ളത് നിന്റെ ഹൃദയ സിംഹാസനത്തിൽ. അർ-റഹ്മാനു അലൽ അർശിസ്തവ, അവിടെ മറ്റൊന്നുമില്ല. ആ ഹൃദയത്തിൽ സമ്പൂർണമായ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അർ-റഹ്മാനാണ്. പിന്നെ ആ റഹ്മാൻ അവിടെ ആധിപത്യം ഉറപ്പിച്ചതാണ് റഹ്മത്തുൻ ലിൽ ആലമീൻ എന്നത്. അവിടെയാണ് ആ റഹ്മത്ത് ലോകത്തിനത്രയും പ്രകാശപൂർണമായി, ലോകത്തിനത്രയും കൃപയായി, കരുണയായി, അനുഗ്രഹമായി ഭവിക്കുന്നത്. ആ ഭവിക്കുന്ന പ്രകാശ സ്വരൂപമായിരിക്കുന്നത്. ആ പ്രകാശ സ്വരൂപം, ആ ഹൃദയം സമ്പൂർണമായി പ്രകാശിതമാകുമ്പോൾ, ആ ഹൃദയത്തിൽ ആ പ്രകാശമായ പ്രണയനാഥൻ സമ്പൂർണമായി ഇരിപ്പുറപ്പിക്കുമ്പോൾ, അത് തന്നെയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയാവസ്ഥയാണ്, ആ ആത്മാവസ്ഥയാണ്, ആ പൂർണ്ണതയാണ്, ആ പ്രകാശമാണ്, ആ പ്രകാശ പൂർണ്ണതയാണ്, ആ നൂറാണ്. ആ നൂറുൻ അലാ നൂറിൽ നിന്നുള്ള ആ പ്രകാശമാണ് അർ-റഹ്മാനു അലൽ അർശിസ്തവ എന്ന വചനത്തിലൂടെ ഗുരു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് തുടരാം. സസ്നേഹം.